പവർ വീഡർ നമ്മുടെ MDM തന്നെ വാങ്ങിക്കണമെന്നില്ല. പക്ഷെ മറ്റൊരു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ നോക്കി വേണം വാങ്ങിക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരും. പഴയ പവർ വീഡറിനെ നോക്കുവാണെങ്കിൽ 100% പെട്രോൾ യൂസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഇപ്പോഴത്തെ പുതിയ ഫീച്ചേഴ്സ് ഉള്ള പവർ വീഡറിൽ നമ്മൾ 80% പെട്രോൾ യൂസ് ചെയ്ത് 20% സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ സെയിം പെർഫോമൻസ് ഇതിന് കിട്ടുകയും ചെയ്യും. കാളവണ്ടി പോലെ ചാടിച്ചാടി നടക്കുന്ന പവർ വീഡർ കാർ ഓടിക്കുന്ന പോലെ എങ്ങനെ മാറ്റി? എന്നാൽ അതിന് ഒരേ ഒരു വിഷയം ഇത് മാത്രമാണ്, അതാണ് ഇത്. ഹലോ എന്റെ കർഷക സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലത്ത് ചെറുകിട കർഷകർക്ക് ട്രാക്ടറിന് റീപ്ലേസ്മെന്റ് ആയിട്ട് പവർ വീഡർ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതിനൊരു സംശയവും ഇല്ല. എന്നാൽ ഈ പവർ വീഡർ എല്ലാം സക്സസ് ആണോ, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സത്യമുണ്ട്. അതെന്തെന്നാല് നമ്മുടെ കാവേരി പവർ വീഡർ യൂസ് ചെയ്യുന്ന 30% പേരും അത് യൂസ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനൊരു പരിഹാരം എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതൊരു മാർക്കറ്റിംഗ് വീഡിയോ അല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനും അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ വീഡിയോയും ആണ്. അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കർഷക സുഹൃത്തുക്കൾക്ക് അയച്ചും കൊടുക്കുക. ഒരു ട്രാക്ടറിന്റെ കലപ്പ് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ MDMന്റെ കാവേരി പവർ വീഡർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ട്രാക്ടർ ചെയ്യുന്ന എല്ലാ ജോലികളും ഈ പവർ വീഡർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ട്രാക്ടറിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കളയെടുക്കല്, അതുപോലെ വട്ടപ്പാത്ത് എടുക്കല് നമുക്ക് ഈ പവർ വീഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പവർ വീഡർ കർഷകന്റെ ഏറ്റവും വലിയ സഹായിയാണ്. അതുപോലെ തന്നെ ഈ പവർ വീഡർ വെച്ച് നമുക്ക് ട്രെയിലറിൽ അറ്റാച്ച് ചെയ്തും അതുപോലെ വീട്ടിൽ അറ്റാച്ച് ചെയ്ത് മരുന്നടിക്കാൻ ഉപയോഗിക്കാം. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ ആണ്. ഇത് സെൻട്രൽ റോട്ടറി മോഡൽ ആയതുകൊണ്ട് തന്നെ ബ്ലേഡ് ഉഴുതുമറിക്കുമ്പോഴും കളയെടുക്കുമ്പോഴും അതിന്റെ വൈബ്രേഷൻ നമ്മുടെ കയ്യിലോട്ട് ഡയറക്റ്റ് ആയിട്ടായിരിക്കും അടിക്കുന്നത്. അതുകൊണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർ ഓടിക്കുന്ന സമയത്ത് അവർക്ക് നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് കംപ്ലൈന്റ് വരുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ MDM സസ്പെൻഷൻ മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഡ്യുവൽ സസ്പെൻഷൻ. സസ്പെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു കാളവണ്ടി പോകുന്നതും അതുപോലെ ഒരു ഓൾട്ടോ കാറിൽ പോകുന്നതും തമ്മിൽ എന്തൊരു വ്യത്യാസമുണ്ട്, അത് തന്നെയാണ് ഇവിടെ. നമ്മുടെ MDMല് വിത്തൗട്ട് സസ്പെൻഷൻ മോഡലും ഉണ്ട്, വിത്ത് സസ്പെൻഷൻ മോഡലും ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വിത്ത് സസ്പെൻഷൻ മോഡൽ ആയതുകൊണ്ട് 100% വൈബ്രേഷൻ ഇല്ലായിരിക്കും എന്ന്. പക്ഷേ ഈ സസ്പെൻഷൻ കൊണ്ട് 50% വൈബ്രേഷൻ മാത്രമേ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ടെക്നിക്കലി ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് കള എടുക്കുന്നതെന്നും ഉഴുതുമറിക്കുന്നതെന്നും നമുക്ക് നോക്കിയാലോ. ഇത് വന്നിട്ട് സെൻട്രൽ റോട്ടറി മോഡലാണ്. ഇവിടെ നമ്മൾ ബ്ലേഡും കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലേഡ് വന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഈ ബ്ലേഡാണ് ഉഴുതുമറിക്കുന്നതും അതുപോലെ കള എടുക്കുന്നതും. കളയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര വൈബ്രേഷൻ ഉണ്ടാവുമെന്ന്. അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലോട്ടായിരിക്കും വരുന്നത്. നമ്മുടെ ബ്ലേഡിന്റെയും സെൻട്രൽ റോട്ടറിയുടെയും ഇടയിൽ നമ്മൾ സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ 50% വൈബ്രേഷൻ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ 50% ആയിട്ട് കൊടുത്തേ 100% ആയിട്ട് കൊടുക്കാൻ പാടില്ലേന്ന്. അപ്പൊ നമുക്ക് വൈബ്രേഷൻ ഇല്ലാതെ സുഖമായിട്ട് ഓടിക്കാൻ പാടില്ല. നമ്മൾ എത്ര അളവിൽ ഡെപ്ത് എടുക്കണമെന്ന് നോക്കുന്നത് ഡെപ്ത് റോഡാണ്. അപ്പൊ എത്ര അളവിൽ നമ്മൾ ഡെപ്ത് റോഡ് കൊടുക്കുന്നു നമുക്ക് അത്ര ആഴം കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ 100% സസ്പെൻഷൻ കൊടുക്കാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര ആഴത്തിൽ പുഷ് ചെയ്താലും ബ്ലേഡ് മേലോട്ട് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് നമുക്ക് ഡെപ്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ വൈബ്രേഷൻ അറസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ 50% സസ്പെൻഷനിൽ കൊടുക്കുന്നത്. ആദ്യമേ നമ്മൾ ഒരു സസ്പെൻഷൻ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 20% മാത്രമേ വൈബ്രേഷൻ അറസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 2 സസ്പെൻഷൻ കൊടുത്തത്. അപ്പോൾ 50% വൈബ്രേഷൻ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പഴയ കാളവണ്ടി പവർ വീഡർ നോക്കുവാണെങ്കിൽ എത്ര പ്രസ് ചെയ്താലും അത് അങ്ങനെ നിൽക്കും. അതുകൊണ്ട് തന്നെ എത്ര പ്രസ് ചെയ്ത് ഓടിച്ചാലും നിങ്ങൾക്ക് വൈബ്രേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് നമ്മുടെ സസ്പെൻഷൻ മോഡല്. ഇതിൽ എത്ര കുഷനിങ് കിട്ടുമെന്ന് നോക്ക്. നമ്മൾ ഓടിക്കുന്ന സമയത്ത് 50% കയ്യിലോട്ടും 50% ഡെപ്ത് റോഡിലോട്ടും അതുപോലെ ബ്ലേഡിലോട്ടുമാണ് കുഷനിങ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടിക്കുന്ന സ്ഥലത്ത് കല്ലോ അല്ലെങ്കിൽ കുഴിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ട് കയ്യിൽ വൈബ്രേഷൻ വരാതെ ഓടിക്കാനും പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്. കറക്റ്റ് ഡെപ്തിൽ കിളയ്ക്കാൻ പറ്റും, അതുപോലെ കയ്യിലോട്ട് വൈബ്രേഷൻ വരില്ല. ഈ 2 കാര്യങ്ങളല്ലേ നമ്മൾ സസ്പെൻഷനിൽ യൂസ്ഫുൾ ആയിട്ട് നോക്കിയത്. ഹൈ വൈബ്രേഷനിൽ ഓടിക്കുമ്പോൾ ഒരു മെഷീന്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് വെൽഡ് ചെയ്ത ജോയിന്റ് ആണെങ്കിലും അല്ല നട്ട് ബോൾട്ട് ജോയിന്റ് ആണെങ്കിലും അല്ല ഫോൾഡിംഗ് ആണെങ്കിലും എന്താന്ന് വെച്ചാൽ ഇതൊരു മെക്കാനിക്കൽ മെഷീൻ ആയതുകൊണ്ട് തന്നെ ഹൈ വൈബ്രേഷൻ വരുമ്പോൾ ഇതെല്ലാം വീക്ക് ആവും. അതുപോലെ തന്നെ മെഷീന്റെ ലൈഫ് ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഈ സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാൽ ഞങ്ങൾക്ക് പോലും അറിയാത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ കാവേരി ഓടിച്ച കർഷകരെ കൊണ്ട് നമ്മൾ പുതിയ കാവേരി ഓടിപ്പിച്ചപ്പോ അവർ പറഞ്ഞത് പുതിയ കാവേരി പെട്രോൾ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. കർഷകർ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് അറിഞ്ഞത്. അപ്പൊ നമ്മൾ പലതവണ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പൊ ഇത് കറക്റ്റ് ആണ്. എന്താന്ന് വെച്ചാല് വൈബ്രേഷൻ അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എനർജി ലോസോടെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്രോളും സേവ് ആവും. അപ്പൊ നിങ്ങൾക്ക് ടെക്നിക്കലി ഇനിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ വേഗം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ റെഡിയാണ്.